കോളേജിൽ പഠിച്ചപ്പോ എന്തൊരു ലുക്കിൽ നടന്നിരുന്നവളാ. എന്റെ അമ്മയെ കോലം കണ്ടില്ലേ, നീക്ക് നശിച്ചു പോയല്ലാടി. ആരാ? എടി ദേവികേ, ഇത് ഞാനാണ് തീയ. ഞാൻ മാത്രല്ല, ദേ മേഘയുണ്ട്. തീയേ മേഘേ, നിങ്ങളെങ്ങനെ ഈ വീട് കണ്ടുപിടിച്ച്? അതൊക്കെ ഇവര് വലിയ കഥയാണ്, ഇരുന്നിട്ട് പറഞ്ഞാ മതിയാ. ഷോ, ഞാൻ മറന്നുപോയി നിങ്ങളെ കണ്ട ഒരു എക്സൈറ്റ്മെന്റില്. വാ അകത്തിരിക്കാം, വാ. ഇനി പറ, എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ച്? ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പൊ 3 ആഴ്ച ആവുന്നേ ഉള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. എന്നോട് നിന്റെ കൂട്ടുകാരി സൂസമ്മയാണ് പറഞ്ഞത്. ആ അവളാണാ? അവളെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അല്ല, അവളപ്പം നീ എങ്ങനെ അറിയും? എടി, ഞങ്ങള് +2 ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്, സയൻസ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, ഒരു തവണ ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എവിടെ എങ്ങാണ്ട് എന്തിനോ പുറത്തു പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവള് എൻ്റെ ഒപ്പം പഠിച്ചാണെന്നൊക്കെ. ഓർമ്മയില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ആ ശരിയാണ്, നീ അന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ മറന്നു വേടി. ഓ, വലിയ വീടൊക്കെ ആണല്ലോ ഡി. ഇത് രാഹുലിന്റെ സ്വന്തം വീടാണാ? അത് അല്ലടി, അത് കോട്ടയം അടുത്തം കണ്ടുമായിരുന്നില്ലേ? എടി, ഇത് വാടക വീടാണ്. വാടക വീടാ? ഇത്ര വലുതാ? ഒന്നും പറയണ്ടടാ. രാഹുലെ കല്യാണം കഴിഞ്ഞൊരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നാട്ടിലോട്ട് പോന്ന്. ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുക, എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ആങ്ങളി ഉണ്ടായിരുന്നു, മാമൻ പറഞ്ഞിങ്ങനെ പണം ഇരട്ടിക്കണ ഒരു ഇതിനകത്തുണ്ട്, കുറച്ച് പൈസ ഇട്ട് ഇരട്ടിയായിട്ട് കിട്ടുമെന്നും പറഞ്ഞ് അതിനകത്ത് കൊണ്ടുപോയി UK നിന്ന് കിട്ടിയ പൈസ മുഴുവൻ അങ്ങോട്ട് ഇട്ട് അടപടല്ല അത് പൊട്ടി. ഞങ്ങളുടെ കഷ്ടകാലം പറഞ്ഞാൽ മതിയല്ല. അതിന് ശേഷം ഉണ്ടായിരുന്ന വീടും കാറും എല്ലാം കൊടുക്കണ്ട വന്ന്. അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ വാടക വീട്ടിലായി. അല്ലടി, അപ്പോൾ പുറത്ത് കിടക്കണ വണ്ടിയോ? ആ കാറ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ. ആ ചേട്ടൻ ആ കാർ കൊടുക്കായിട്ടേക്കാ. അപ്പോൾ അത് പുതിയ കാർ മേടിച്ചപ്പോൾ അത് അവിടെ ഇട്ടിട്ട് പഴയ കാർ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ കൊണ്ടുവന്ന് ഇട്ടിട്ട്. ഇപ്പോൾ മറ്റന്നാളെങ്ങാണ്ട് ആരോ നോക്കാൻ വരും, അപ്പോൾ അവർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോവും. അയ്യോ, അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലാടി. അയ്യോ, അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. കല്യാണം കഴിഞ്ഞൊരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ ഇങ്ങോട്ട് പോന്ന്. പിന്നെ അതിപ്പോൾ ഒരു എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പുറത്തോട്ടൊക്കെ പോകാൻ നോക്കണുണ്ട്, പക്ഷെ ഒരുപാട് പൈസ വേണം, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എല്ലാം ശരിയാവോടാ? ആ ശരിയാവുമായിരിക്കും. എടി, രാഹുലിൻ്റെ അമ്മ എവിടെ? ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം അമ്പലത്തിൽ പോയേക്കായിരുന്നു, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയേ, ദേവികയുടെ അമ്മായിമ്മനെ പോലത്തെ ഒരു അമ്മായിമ്മനാണ് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് കിട്ടേണ്ടതെന്ന്. ഓ, എൻ്റെ പൊന്നു മോളെ, നീ അതുമാത്രം ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചെങ്ങാനും കിട്ടിയാൽ പിന്നെ അത് നിന്റെ ദുരിതമായിരിക്കും. എന്താടി അങ്ങനെ പറഞ്ഞത്? നിന്റെ അമ്മായിമ്മ പാവമല്ലേ? പാവോ? അവരോ? അവർ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഗതിയൊക്കെ വന്നത്. ഇപ്പം ഇതേപോലെ കഷ്ടപ്പെടേണ്ടിയും വന്നത്. നീ എന്താണ് പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. എടി, അന്ന് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവർ വന്നേ. തിരിച്ചു പോകുമ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ എത്ര ഭാഗ്യവതിയാണ് ദൈവമേ, ഇതുപോലെ ഒരു അമ്മനെ കിട്ടാനെന്നൊക്കെ. കല്യാണം കഴിഞ്ഞ് അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. അവർ ഭയങ്കര ദൂർത്താനടി, ഒരു രക്ഷയില്ല. രാഹുൽ എൻ്റെ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അവർ മുഴുവൻ പൈസ ഇവിടെ അതും ഇതൊക്കെ ആക്കിയിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുമായിരുന്നു. അതെന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. പൈസ ചോദിച്ചാൽ അവർ അപ്പം തന്നെ കാര്യത്തിലും പിഴിച്ചു തുടങ്ങും. നിന്നെ ഇത്ര നാൾ നോക്കിയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഞങ്ങളതുകൊണ്ട് ചോദിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ വാടക വീട് എടുത്തതും അവരുടെ നിർബന്ധത്തിനാണ്. കാരണം അവർക്ക് അവരുടെ സ്വന്തക്കാരൊക്കെ ഇവിടെ വരുമ്പോഴേ ചെറിയ വീട്ടിൽ കിടക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് രാഹുലിനെ കൊണ്ട് എടുപ്പിച്ച 22,000 രൂപയാണ് എൻ്റെ വാടക. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് അവരുടെ പോര്. എന്തൊക്കെയാ അവർ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത വർത്താനങ്ങളാണ് അവർ പറയണത്. ആദ്യമൊക്കെ ഞാനൊന്നും മിണ്ടൂലായിരുന്നടി, പിന്നെ ഞാനും തിരിച്ചു പറയാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പം ഇത്തിരി കുറവുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരി വന്ന് ഇവിടെ പറയും, രാഹുലിനോട് പറയും അല്ലെങ്കിൽ എന്നോട് പറയും.
അത് ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംസാരമോ സ്നേഹമോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് തിരിച്ചെടുത്തിരിക്കണ്. ജന്മത്തിൽ നല്ല എത്ര ജന്മം കഴിഞ്ഞാൽ ഇതുപോലത്തെ അമ്മായിമ്മനെ എനിക്ക് കിട്ടില്ലേ. എൻ്റെ വീട്ടിൽ നിന്ന് അന്ന് 35 പവനിൽ കൂടുതൽ തന്നിരുന്നു. പക്ഷേ അത് ലോക്കറിൽ വെച്ചേക്കാ, പുള്ളിക്കാരിക്ക് ലോക്കർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ കൊടുക്കുകയും ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ഓരോന്നോരോന്ന് വിറ്റ് തീർന്നു. പിന്നെ എൻ്റെ വീട്ടുകാരായിട്ട് ഞാൻ തല്ലി പിടിക്കേണ്ട അവസ്ഥ വന്നു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയാണെങ്കിലും ആരാണെങ്കിലും എന്നെ വിളിക്കാറുമില്ല, ഒന്നും ഇങ്ങോട്ട് വരാറുമില്ല, കൊച്ചുങ്ങളെ കാണാൻ പോലെ. എൻ്റെ തമ്പുരാനെ, തള്ള കൊള്ളാല്ല. കല്യാണം കഴിഞ്ഞോ എന്നാ നമ്മുടെ ജീവിതം തൊലഞ്ഞു. എടി, എൻ്റെ കല്യാണമാണ്, നീ വരണം, അത് വിളിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ, അങ്ങനെയാണോ? ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. കല്യാണം കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ചിലർക്ക് മാത്രമേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അച്ഛനും അമ്മയൊക്കെ കണ്ടുപിടിച്ച് തന്നെ ചെക്കനാവുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ കണ്ടുപിടിക്കുന്ന ചെക്കന്മാരാകുമ്പോഴാണ് നമുക്ക് തൊയ്ര്യമില്ലാത്തത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. അപ്പോൾ നിന്റെ കാര്യത്തിലും തീരുമാനമായി അല്ലേ മേഘേ? അതെന്താടി അങ്ങനെ പറഞ്ഞത്? അല്ലേ, ഇവള് കണ്ടുപിടിച്ച ആളെ ഇവള് കല്യാണം കഴിക്കാൻ പോണത്. എല്ലാം തോലയണമെന്നില്ല, ചിലതൊക്കെ ശരിയാവാറുണ്ട്. അല്ലടി, ചെക്കൻ എവിടെ ഉള്ളാണ്? ചെക്കന് നീ അറിയും, നമ്മുടെ പീയൂഷ്. ഏത്? ഇവള് ഊമക്കത്തെഴുതി കോളേജിൽ നിന്ന് പുറത്താക്കിയ പീയൂഷാ? അതെ അതെ. എന്നാലും എൻ്റെ മോളെ ഇതെങ്ങനെ സംഭവിച്ചടി? അത് കോളേജ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ കാര്യം ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമവും ടെൻഷനൊക്കെ ആയിരുന്നു. അവസാനം ഞാൻ തീരുമാനിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവനോട് സോറി പറയാമെന്ന്. ഒരു ദിവസം ചെന്നപ്പോൾ അവൻ്റെ അമ്മയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്പർ തന്ന്. അങ്ങനെ ഞാൻ മെസ്സേജൊക്കെ അയച്ച് ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു കഫേയിൽ വെച്ച് കണ്ട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഒന്നും കുഴപ്പമില്ല, മട്ടില്ല എടുത്തേ. ഞാൻ കുറേ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു കുഴപ്പമില്ലടി, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. അങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഇഷ്ടത്തിലായി. പുരുഷവിരോധിയായ നീ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞാ നിന്നറിയുന്ന ആരും വിശ്വസിക്കൂലടി. അതൊക്കെ അന്നത്തെ കാലത്ത് ഓരോ ചിന്തകളായിരുന്നു. അതൊക്കെ തെറ്റാന്ന് പിന്നീട് കാലം മനസ്സിലാക്കി തന്നു. അല്ല, നീ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആക്കിയല്ല, എന്തായാലും ഇത് കൊള്ളാട്ടോ, നിനക്ക് ചേർന്നുണ്ട്. അതൊരു വേറെ കഥയടി അല്ലേ മേഘേ? എന്താടി കഥ പറ. അതെ, പീയൂഷായിട്ടുള്ള കല്യാണം നടക്കില്ലെന്ന് അവൻ്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ കുറേ കാലമായിട്ട് ഇവരിപ്പോൾ കാത്തിരിക്കുക. ഇപ്പം 3-4 കൊല്ലമായി റിലേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത്, എടി തിരുപ്പതി പോയി മൊട്ടടിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കുമെന്ന്. കാരണം എൻ്റെ കസിൻസൊക്കെ എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കേട്ടിട്ട് ഇവള് പിറ്റേ ആഴ്ച തന്നെ ഒരാഴ്ച നോയമ്പൊക്കെ എടുത്ത് പോയി അതേ മുട്ടയൊക്കെ അടിച്ച് വന്നേക്കാൻ എനിക്ക് ഫോട്ടോ ഇട്ടപ്പോഴും ഞാൻ അന്തം വിട്ടുപോയി. ഇതെപ്പാന്ന് ചോദിച്ചു. ഞാൻ പോയടി, പെട്ടെന്ന് പോയി മുട്ട അടിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. അതാണ് ഈ സംഭവം. ഈ കോലത്തിൽ ഇപ്പം മുടിയൊക്കെ കുറച്ച് വളർന്ന്, കല്യാണാകുമ്പോഴേക്ക് എന്താ വരാ, വെപ്പ് മുടിയൊക്കെ അത് തന്നെ. എൻ്റെ തമ്പുരാനെ, ഈ 10 കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചതല്ലേ. കൊള്ള, നിനക്ക് നല്ലോണം മാറ്റം വന്നല്ലോ ഈ 10 വർഷം കൊണ്ട്. ശരിക്കും അമ്മച്ചി ലുക്കായിട്ടാ. ഞാനൊക്കെ ഇരിക്കണുണ്ടില്ലേ, പഴയ ലുക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. നിന്റെ ഭർത്താവ് ഡോക്ടറല്ലേ, അതും ഗൾഫ് രാജ്യത്ത്. അപ്പം നിനക്ക് ലുക്കായിട്ടൊക്കെ നടക്കാം. ഞാനിവിടെ ഒരു സാധാരണക്കാരിയാണേ, ഒരു പ്രൈവറ്റ് ജോലിക്കാരൻ്റെ ഭാര്യ. അപ്പം ഇങ്ങനെയൊക്കെ കിടക്കുള്ളൂ. പിന്നെ 2 പിള്ളേരെ തള്ളയില്ലടി, അപ്പം തള്ള ലുക്കൊക്കെ വരും. അത് മറന്ന്, പിള്ളേർ എന്തിയടി? പിള്ളേർ ക്ലാസ്സിൽ പോയേക്കാ, വൈകിട്ടാവുമ്പേ വരുള്ളൂ. അയ്യോ, നിനക്ക് കുടിക്കാൻ ഞാൻ വെള്ളം എടുക്കട്ടെ? ഏയ്, വെള്ളമൊന്നും എടുക്കണ്ടടാ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പം തന്നെ ഇറങ്ങും. ഇവക്ക് ഏതോ കസിൻസിനെയൊക്കെ വിളിക്കാൻ പോകാനുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് നിന്നെ കാണാൻ വരികയാണെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് വന്നതാ. എടി, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുക്കാം. വേണ്ടടാ, വെള്ളമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇറങ്ങണം. അവരിപ്പോൾ എത്രാം ക്ലാസ്സിലാടി? ഒരാൾ 3-ലും ഒരാൾ 1-ലും. എൻ്റെ മോൾ 2-ലാണ്. ദേ ഇതാള്. നിന്റെ ഹസ്ബൻഡ് ഇപ്പോഴും അബുദാബി തന്നെയല്ലേ? അതേടാ, നെക്സ്റ്റ് മന്ത് ഞങ്ങൾ അങ്ങോട്ട് പോകും. മോളുടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. പിന്നെ ഇവളിപ്പോൾ കല്യാണം കൂടെ വിളിച്ചപ്പോൾ ഞാൻ ഒരാഴ്ചയും കൂടി നീട്ടിയ ടിക്കറ്റ് എടുത്തത്. ഇവളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാവിലത്തെ ഫ്ലൈറ്റാണ്, ഞാൻ പോകും. നീ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ മേഘേ?
ഇപ്പൊ പോണുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകണ്ടെന്നാ എൻ്റെ തീരുമാനം. ഇത്ര നാളും പണിയെടുത്തല്ലേ, മതിയായി. പിന്നെ പീയൂഷ് ഇപ്പോൾ ബാംഗ്ലൂരെ വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെറ്റിൽ ആവാന്നാണ് വിചാരിച്ചിരിക്കണത്. അല്ലടി ദേവികെ, നീ ജോലിയൊന്നും നോക്കിയില്ലേ? ഇപ്പൊ കുട്ടികളൊക്കെ ഒരുവിധം സ്കൂളിൽ പോണ പരിവായില്ലേ? എനിക്കെന്ത് ജോലി കിട്ടാനാടി? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ആയിരുന്നില്ലേ എൻ്റെ കല്യാണം. പിന്നെ അന്ന് 2 സപ്ലി ഉണ്ടായിരുന്നു എനിക്ക്. അത് ഇതുവരെ എഴുതിയെടുത്തിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടാനാ ജോലി? അന്നുണ്ടായിരുന്ന എൻ്റെ ഒരു സപ്ലി ഞാൻ ആ ടൈമിൽ തന്നെ എഴുതിയെടുത്ത്. എന്നിട്ട് പിന്നെ അബുദാബിയിൽ ഇപ്പോൾ 2-3 കൊല്ലം ആവാൻ പോണു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഓരോരുത്തരുടെ തലവിധി, അല്ലാതെ എന്ത് പറയാൻ. അന്ന് ഞാൻ വിചാരിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കല്യാണം എന്നാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും അല്ലെന്ന്. അന്ന് ആ 2 സബ്ജക്റ്റും കൂടി എഴുതിയെടുത്തിരുന്നെങ്കിൽ എനിക്കും എന്തെങ്കിലും ജോലി കിട്ടിയേനെ. അപ്പം പിന്നെ വീട്ടിൽ കിടന്നതുപോലെ കഷ്ടപ്പെടേണ്ടേയും വരില്ലായിരുന്നു. ഇപ്പോഴും എഴുതാലോടി, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി അതൊന്നും നടക്കാൻ പോണില്ലടി. ഇപ്പം എങ്ങനെയാണോ പോണത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ, അത്രേ ഉള്ള ആഗ്രഹം. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു പാടുണ്ടടി. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും ഭർത്താവും അമ്മയും അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നീ പറഞ്ഞത് ശരിയാടാ. കല്യാണം കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ എനിക്കും ഇത് മനസ്സിലായതാ. ഒരു ജോലിയൊക്കെ വേണം നമുക്ക് കല്യാണം കഴിഞ്ഞാലേ. അപ്പം പിന്നെ നമുക്ക് എപ്പോഴും ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചും പിള്ളേരുടെ കാര്യം ആലോചിച്ചൊക്കെ കരയേണ്ടേ വിഷമിക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. ജോലിയുടെ തിരക്ക് തന്നെ ഇരിക്കുമല്ലോ. ശരിക്കും ഒരു ജോലി വേണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, നമ്മുടെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവുകയും ചെയ്യും. ആ ദേവികെ, ഈ മാസം 21-ാം തീയതി ഞായറാഴ്ചയാണ് എൻ്റെ കല്യാണം. അപ്പം നീ വരണോട്ടാ. അയ്യോ, 21-ാം തീയതി എന്ന് പറയുമ്പോൾ അടുത്ത ഞായറാഴ്ചയല്ലേ? ആ അതേടാ. അന്ന് എനിക്കൊരു കല്യാണമുണ്ട്, വളരെ വേണ്ടപ്പെട്ട ഒരാളുടെയാണ്. രജിസ്റ്റർ മാരേജ് 20-ാം തീയതിയാണ്. പിന്നെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നത് 21-ാം തീയതിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരാം. അതാരുടെ കല്യാണോടാ? റിലേറ്റീവിൻ്റെ ആണോ? അല്ല, എൻ്റെ അമ്മായിയമ്മയുടെയാണ്. രാഹുലിൻ്റെ അമ്മയുടെ? അതേടാ. ശരിക്കും രാഹുലിൻ്റെ അമ്മയല്ല അവർ. രാഹുലിൻ്റെ അച്ഛൻ സെക്കൻഡ് മാരേജ് കഴിച്ചാണ്. അത് അമ്മ മരിച്ചതിന് ശേഷം സെക്കൻഡ് മാരേജ് കഴിച്ചാണ് അവരെ. അത് കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. ഇതുവരെ രാഹുലിനെ നോക്കിയത് ഇവരാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ എനിക്കും അറിയില്ലായിരുന്നു ഇത് സ്വന്തം അമ്മയല്ലെന്ന്. രാഹുലാണെങ്കിൽ പറഞ്ഞിട്ടില്ല കേട്ടാ. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ കഥകളൊക്കെ അറിഞ്ഞത്. ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായി എന്ന് ഇവിടെ ഇരുന്ന് പറയണേക്കാം. മക്കള് അമ്മയുടെ കല്യാണം നടത്തി കൊടുക്കണം, അച്ഛൻ്റെ കല്യാണം നടത്തി കൊടുക്കണം എന്നൊക്കെ ഇവിടെ ഇരുന്ന് ഓരോന്നും പറയും. ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. ഇനി എന്ത് കല്യാണം? അപ്പം ഒരു തവണ അങ്ങനെ ഇരിക്കെ റീയൂണിയന് പോയി, 10-ാം ക്ലാസ്സിൻ്റെ റീയൂണിയന് പോയിട്ട് വന്നപ്പോൾ തുടങ്ങി പുള്ളിക്കാരി വേറെ ലെവലായി. മുടിയൊക്കെ കറുപ്പിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പം തന്നെ രാഹുൽ പറഞ്ഞു എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് പറയണ ഒരാളായിട്ട് ഇഷ്ടമുണ്ട്, അയാളുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കല്യാണം കഴിക്കാമെന്നാണ് പറയണതെന്ന്. അങ്ങനെ കഴിഞ്ഞ മാസമായിരുന്നു അയാളുടെ മോളുടെ കല്യാണം. അപ്പോൾ ഇനിയിപ്പോൾ 20-ാം തീയതി രജിസ്റ്റർ മാരേജ്, 21-ാം തീയതി അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലി കെട്ടി ഞങ്ങളുടെ സ്വന്തക്കാരെ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട്. അത് കഴിഞ്ഞ് സദ്യ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിലോട്ട് അയാളുടെ വീട്ടിലോട്ട് പോകണം, അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെയല്ലേ. അതെ. അതാ ഞാൻ പറഞ്ഞത്, ആരുടെ ജീവിതവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പ്രേമിച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ടൊക്കെ ജീവിച്ച് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എപ്പോഴും യാത്ര പോലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കലും അതും ഇതൊക്കെ ഇരിക്കുമെന്ന്. ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ പ്രാരാബ്ധമായി, പ്രശ്നങ്ങളായി, പിന്നെ തല്ലുകൊടുത്തായി, ഇതൊക്കെ തന്നെ. ആദ്യകാലമൊക്കെ തല്ലുപിടിച്ചൊക്കെ കരയുമായിരുന്നു. പിന്നെ കരയാനും കൂടി സമയമില്ല. ഇപ്പം പണിയെടുക്കാനോ കരയണോ, അതുകൊണ്ട് ഇതില്ല. പ്രേമിച്ച് നടക്കാനേ രസമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് ജീവിക്കാനാണ് പാട്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടേടാ. രാഹുലിനോട് പറയണോട്ടാ, മക്കളെയും കൂട്ടി വരണം കല്യാണത്തിന് കേട്ടാ. പറയാടി. ഇവിടെ നിന്ന് യൂബർ കിട്ടുമോയെന്ന് ഞാൻ നോക്കട്ടെ. മേഘേ, എടി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ പറയടാ, എന്താണ്? അത് നീ കല്യാണം കഴിഞ്ഞാലേ ജോലിയൊന്നും വേണ്ടെന്ന് വെക്കല്ലേട്ടാടി. ഇത്രയും കാലം ജോലി ചെയ്തതല്ല, അതിൻ്റെ എക്സ്പീരിയൻസിന് എവിടെയെങ്കിലും ചെറിയ ജോലിയിലാണെങ്കിലും ഒന്ന് കയറണോടി. നമ്മുടെ കയ്യിലെ ഒരു 10 രൂപ പോലും എടുക്കാതില്ലാതാവുമ്പോഴുള്ള ഒരവസ്ഥയുണ്ട്. അതിൻ്റെ വിഷമം
അങ്ങനെ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ഒരാളും നമുക്ക് പൈസ ഒന്നും വെറുതെ തരൂലാടാ. എൻ്റെ അനുഭവം കൊണ്ട് പറയാൻ ട്ടാ. നീ ഒരു ചെറിയ ജോലിയാണെങ്കിൽ ചെറിയ ജോലിക്ക് കയറണം കല്യാണം കഴിഞ്ഞിട്ട്. അവിടെയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഒപ്പമാണെങ്കിലും മതി, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വേണമെന്നില്ല. അവിടെയാണെങ്കിലും ഒരു ചെറിയ ജോലിക്കാണെങ്കിലും കയറണം. നമ്മുടെ കയ്യിലൊരു 10 രൂപയെങ്കിലും ഉണ്ടാവണ്ടടി. പീയൂഷ് ചിലപ്പോൾ ഒരു നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാശ് കാണണോടി, നമ്മുടെ ഒരു ആവശ്യം നടത്താൻ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എന്നെപ്പോലെയൊക്കെ അനുഭവിക്കേണ്ട ഒരുപടി. ദേവികേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്തായാലും കല്യാണമൊക്കെ വരാൻ പോവല്ലേ, നീ ഹാപ്പി ആയിട്ടിരിക്കേ കേട്ടാ. എടാ യൂബർ വന്നിട്ടുണ്ട് കേട്ടോ, 1 മിനിറ്റ് ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാ ഇറങ്ങട്ടെടാ. ഓക്കേടാ, ഇടയ്ക്ക് നീ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ, എൻ്റെ സെയിം നമ്പർ തന്നെയാണ് കേട്ടോ. അതെ യൂബർ എത്തിയിട്ടുണ്ട്, വാടാ. ശരി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം പഠിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ച് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ നേടിയ ജീവിതത്തിൽ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട സാഹചര്യം വരില്ല. സ്വന്തം കാലിൽ ഉറച്ചു നിന്ന് അന്തസ്സോടെയും അഭിമാനത്തോടെയും ഒക്കെ ജീവിക്കാൻ കഴിയും. അതിപ്പോൾ കല്യാണം കഴിച്ചാലും ശരി, കല്യാണം കഴിക്കാതിരുന്നാലും ശരി. വിദ്യയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ ജീവിതം നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് അഭിമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.